ജോർജ് സാർ തുടരെന്ന് പറഞ്ഞ മൂവി കണ്ടിറങ്ങിയ നമ്മളെല്ലാരെയും അത്ഭുതപ്പെടുത്തിയ വില്ലനാണ് ജോർജ് സാർ എന്ന പ്രകാശ് വർമ്മ അല്ലെ. ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നിയില്ല, കാരണം ലാലേട്ടന്റെ അഭിനയം നമ്മൾ കുറെ കണ്ടതാണ്. ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും ലാലേട്ടന്റെ അടുത്ത്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു വില്ലൻ വരികയാണ്. ഈ മൂവി കണ്ടിറങ്ങി എല്ലാവരും ചോദിക്കുന്നത്, ജോർജ് സാറേ നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു സാറേ എന്നാ. ഈ ജോർജ് സാർ എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മളെത്തുന്നത് നമുക്ക് തന്നെ കുറേ പരിചയമുള്ള പരസ്യ ചിത്രങ്ങളിലേക്കാണ്. ഒരു കുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ പോകുന്ന പഗ് പട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നമ്മൾ ഹച്ച് പട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഹച്ച് എന്നുള്ള ഒരു ബ്രാൻഡ് ഇപ്പം ഇല്ലെങ്കിലും ഈ ഒരു പരസ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് ഈ ഇദ്ദേഹത്തിന്റെ ക്രിയേഷനാണ്. നമ്മളെല്ലാവരും എന്നും ഓർത്ത് വെക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം പരസ്യ ചിത്രങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം കുറേ ചിരിച്ച ഒരു ആഡാണല്ലേ. ഈ ജെംസ് മിഠായി ഉണ്ട്, ഒരു ജെംസ് എടുക്കുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു ആഡില്ലേ, അതും ഇദ്ദേഹത്തിന്റെ ക്രിയേഷനാണ്. ഫഹദ് ഫാസിലും നസ്രിയ ഒരുമിച്ച് അഭിനയിച്ച ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ്, പിന്നെ ദുബായ് ടൂറിസത്തിന് വേണ്ടി ഷാറൂഖ് ഖാൻ ചെയ്തിട്ടുള്ള ആഡ്, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ക്രിയേഷനാണ്. വോഡാഫോൺ ജൂസൂസ് ഈ ഒരു പരസ്യവും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. നിർവാണ ഫിലിംസ് ഇന്ത്യയിലെ തന്നെ ആഡ് ഏജൻസികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളതാണ്. ഇതിന്റെ കോ ഫൗണ്ടർമാരിൽ ഒരാളാണ് പ്രകാശ് വർമ്മ. അത്രയൊക്കെ ആഡിൽ ഇദ്ദേഹം പ്രസിദ്ധനായിരുന്നു എങ്കിലും സിനിമ എന്ന് ഇദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടന്റെ കൂടെയുള്ള ഈ ഒരു എൻട്രി. അപ്പോൾ നമുക്ക് ഉറപ്പാണ് പ്രകാശ് വർമ്മ എന്ന ജോർജ് സാർ ഇനിയും സിനിമകളിൽ ഒരുപാട് നല്ല വേഷങ്ങളായിട്ട് തുടരണം.